ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും PSC ടിപ്സ് ആൻഡ് ട്രിക്സിലേക്ക് സ്വാഗതം. നമ്മളിപ്പോൾ പ്രിലിമിനറി എക്സാമിൻ്റെ സിലബസ് അനുസരിച്ചിട്ടുള്ള ക്ലാസ്സുകളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് കറണ്ട് അഫെയർസ് ആണ്. കറണ്ട് അഫെയർസിൻ്റെ ഓൾറെഡി നമ്മൾ 2 വീഡിയോ ചെയ്തിട്ടുണ്ട്. എല്ലാ കറണ്ട് അഫെയർസും ഉൾപ്പെടുന്നത് 2019-2020 ഉൾപ്പെടുന്ന കറണ്ട് അഫെയർസിൻ്റെ 2 വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കാണാത്തവരുണ്ടെങ്കിൽ കാണുക. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അതെല്ലാം കൂടെ മിക്സ് ചെയ്തിട്ടായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നമുക്ക് കറണ്ട് അഫെയർസിൻ്റെ ഓരോ സെക്ഷൻ തന്നിട്ടുണ്ട് അല്ലേ. ശാസ്ത്ര സാങ്കേതിക മേഖല, കായികം, കലാ സാംസ്കാരികം, അങ്ങനെ കുറേ മേഖലകൾ തന്നിട്ടുണ്ട്. അപ്പോൾ ഇന്ന് നമ്മൾ ശാസ്ത്ര സാങ്കേതിക മേഖല എന്ന് പറയുന്ന ഭാഗത്ത് വരുന്ന കറണ്ട് അഫെയർസ് മാത്രമാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് പഠിച്ചിരിക്കേണ്ട, ഉറപ്പായിട്ടും ചോദിക്കുമെന്ന് ഉറപ്പുള്ള കുറേ ക്വസ്റ്റ്യൻസ് സെലക്ട് ചെയ്തിട്ടാണ് ഇന്ന് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് വൈകാതെ തന്നെ വീഡിയോയിലോട്ട് കടക്കാം. ആദ്യത്തെ ചോദ്യം നോക്കാം. 2022 കൂടി ഇന്ത്യക്കാരെ ബഹിരാകാശത്തെത്തിക്കാനുള്ള പദ്ധതി ഏത്? ഓക്കെ, 2022 കൂടിയിട്ട് ഇന്ത്യക്കാരെ ബഹിരാകാശത്തേക്ക് എത്തിക്കാനുള്ള പദ്ധതി ഏത് എന്ന് ചോദിച്ചാൽ ഏതാണ്? ഗഗൻയാൻ ആണ്. വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്, ഓർത്തിരിക്കുക. ഗഗൻയാൻ ആണ് 2022 കൂടി ഇന്ത്യക്കാരെ ബഹിരാകാശത്തെത്തിക്കാനുള്ള എന്താണ് പദ്ധതി? ഗഗൻയാൻ. ഓക്കെ ആണല്ലോ. ഇനി ഗഗൻയാൻ്റെ വിക്ഷേപണ വാഹനം ഏത് എന്ന് ചോദിച്ചാൽ അതിൽ നിന്ന് മറ്റൊരു ചോദ്യം ചോദിക്കാവുന്നത് ഗഗൻയാൻ്റെ വിക്ഷേപണ വാഹനം ഏത് എന്ന് ചോദിച്ചാൽ GSLV Mark 3 ആണ്. ഓക്കെ, GSLV Mark 3 ആണ് ഗഗൻയാൻ്റെ വിക്ഷേപണ വാഹനം. ഇനി ഇതിന് നേതൃത്വം നൽകിയ മലയാളി ശാസ്ത്രജ്ഞ ആര് എന്ന് ചോദിച്ചാൽ, ഓക്കെ, ഈ ദൗത്യത്തിന് നേതൃത്വം നൽകിയ മലയാളി ശാസ്ത്രജ്ഞ ആര് എന്ന് ചോദിച്ചാൽ VR ലളിതാംബികയാണ്. ഓക്കെ, വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്, ഓർത്തിരിക്കുക. 3 പോയിന്റ് പഠിച്ചിരിക്കണം. 2022 കൂടി ഇന്ത്യക്കാരെ ബഹിരാകാശത്ത് എത്തിക്കാനുള്ള പദ്ധതി ചോദിച്ചാൽ ഏതാണ്? ഗഗൻയാൻ ആണ്. അതിൻ്റെ വിക്ഷേപണ വാഹനം ചോദിച്ചാൽ GSLV Mark 3. അതിന് നേതൃത്വം നൽകിയ മലയാളി ശാസ്ത്രജ്ഞ ആരാണ് എന്ന് ചോദിച്ചാൽ VR ലളിതാംബികയാണ്. ഓക്കെ ആണല്ലോ. അപ്പോൾ 3 ചോദ്യങ്ങളാണ് അതിൽ നിന്നും കിട്ടാവുന്നത്. അപ്പോൾ ഓക്കെ ആണല്ലോ. ഇനി അടുത്ത ചോദ്യം നോക്കാം. ISRO വിജയകരമായി ഭ്രമണപഥത്തിലെത്തിച്ച ലോകത്തിലെ ഏറ്റവും ഭാരം കുറഞ്ഞ ഉപഗ്രഹം. ISRO വിജയകരമായി ഭ്രമണപഥത്തിലെത്തിച്ച ലോകത്തിലെ ഏറ്റവും ഭാരം കുറഞ്ഞ എന്താണ് ഉപഗ്രഹം ഏത് എന്ന് ചോദിച്ചാൽ ഏറ്റവും ഭാരം കുറഞ്ഞ ഉപഗ്രഹം കലാംസാറ്റ് ആണ്. ഓക്കെ, കലാംസാറ്റ് V2 എന്ന് പറയുന്ന ഉപഗ്രഹമാണ് ഏറ്റവും ഭാരം കുറഞ്ഞത്. ലോകത്തിലെ തന്നെ ഏറ്റവും ഭാരം കുറഞ്ഞ ഉപഗ്രഹമാണ് കലാംസാറ്റ് V2. അതിൻ്റെ ഭാരം എന്ന് പറയുന്നത് 1.26 kg ആണ്. ഓക്കെ, കലാംസാറ്റ് V2 ആണ് ലോകത്തിലെ തന്നെ ഏറ്റവും ഭാരം കുറഞ്ഞ എന്താണ് ഉപഗ്രഹം കലാംസാറ്റ് V2. ഭാരം എന്ന് പറയുന്നത് 1.26 kg ആണ്. ഇനി എന്നാണ് അത് വിക്ഷേപിച്ചതെന്ന് ചോദിച്ചാൽ 2019 ജനുവരി 24-നാണ്. ഡേറ്റ് ഓർത്തിരിക്കുക. 2019 ജനുവരി 24-ലാണ് കലാംസാറ്റ് V2 വിക്ഷേപിച്ചത്. ദെൻ അതിൻ്റെ വിക്ഷേപണ വാഹനം ഏതാണെന്ന് ചോദിച്ചാൽ PSLV C-44 ആണ്. ഓക്കെ, PSLV C-44 ആണ് കലാംസാറ്റ് V2വിൻ്റെ വിക്ഷേപണ വാഹനം. ഓക്കെ ആണല്ലോ. ISRO വിജയകരമായി ഭ്രമണപഥത്തിലെത്തിച്ച ലോകത്തിലെ ഏറ്റവും ഭാരം കുറഞ്ഞ ഉപഗ്രഹമാണ് കലാംസാറ്റ് V2 എന്ന് പറയുന്നത്. 1.26 kg ആണ് അതിൻ്റെ ഭാരം. അതിൻ്റെ വിക്ഷേപണ വാഹനം PSLV C-44. വിക്ഷേപിച്ച ഡേറ്റ് ചോദിച്ചാൽ 2019 ജനുവരി 24-നാണ്. ഓക്കെ ആണല്ലോ. അടുത്ത ചോദ്യം. DRDO വികസിപ്പിച്ച് വിജയകരമായി പരീക്ഷിച്ച ഉപഗ്രഹവേധ മിസൈലായ ASAT പരീക്ഷണ ദൗത്യത്തിൻ്റെ പേര് എന്ത്? ഓക്കെ, ഒന്നുകൂടി പറയാം. DRDO വികസിപ്പിച്ച് വിജയകരമായി പരീക്ഷിച്ച ഉപഗ്രഹവേധ മിസൈലായ ASAT പരീക്ഷണ ദൗത്യത്തിൻ്റെ പേര് മിഷൻ ശക്തിയാണ്. എന്താണ്? മിഷൻ ശക്തി. എന്നാണ് അത് ദൗത്യം നടന്നതെന്ന് ചോദിച്ചാൽ 2019 മാർച്ച് 27-നാണ്. ഡേറ്റ് ഓർത്ത് വയ്ക്കുക. മിഷൻ ശക്തിയുടെ 2019 മാർച്ച് 27-നാണ്. സ്ഥലം എവിടെയാണെന്ന് ചോദിച്ചാൽ ഡോക്ടർ APJ അബ്ദുൽ കലാം ഐലൻഡ്, ഒഡീഷയിലുള്ള ഡോക്ടർ APJ അബ്ദുൽ കലാം ഐലൻഡ്, ഒഡീഷയാണ് പ്ലേസ് എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. അപ്പോൾ DRDO വികസിപ്പിച്ച് വിജയകരമായി പരീക്ഷിച്ച ഉപഗ്രഹവേധ മിസൈൽ ഏത് എന്ന് ചോദിച്ചാൽ ഏതാണ്? ASAT. ഓക്കെ, അങ്ങനെയും ചോദിക്കാം. വേദ മിസൈൽ ഏതാണ് എന്ന് ചോദിച്ചാൽ ASAT ആണ്. ആ പരീക്ഷണ ദൗത്യത്തിൻ്റെ പേരെന്താണ് എന്ന് ചോദിച്ചാൽ മിഷൻ ശക്തിയാണ്. അപ്പോൾ 2 പോയിന്റ് പഠിച്ചിരിക്കാം. ഓക്കെ ആണല്ലോ. അടുത്തത്
ഇന്ത്യയുടെ രണ്ടാമത്തെ ചാന്ദ്രദൗത്യമായ ചന്ദ്രയാൻ 2 വിക്ഷേപണ വാഹനം. ചന്ദ്രയാൻ 2ന്റെ വിക്ഷേപണ വാഹനം വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്, ഓർത്തിരിക്കണം. ഇന്ത്യയുടെ രണ്ടാമത്തെ ചാന്ദ്രദൗത്യം ഏത് എന്ന് ചോദിച്ചാൽ ചന്ദ്രയാൻ 2. അതിൻ്റെ വിക്ഷേപണ വാഹനം ഏത് എന്ന് ചോദിച്ചാൽ GSLV Mark 3 M1 ആണ്. GSLV Mark 3 M1 ആണ് എന്ത് ചന്ദ്രയാൻ 2ന്റെ വിക്ഷേപണ വാഹനം എന്ന് പറയുന്നത്. ഡേറ്റ് ഓർത്ത് വെക്കുക. ചന്ദ്രയാൻ 2 വിക്ഷേപിച്ചത് എന്നാണെന്ന് ചോദിച്ചാൽ 2019 ജൂലൈ 22-നാണ്. സ്ഥലം ചോദിച്ചാൽ സതീഷ് ധവാൻ സ്പേസ് സെൻറ്റർ, ശ്രീഹരിക്കോട്ട. ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ സ്പേസ് സെൻറ്റർ ആണ്. അപ്പോൾ ഓരോ പോയിന്റും ഇമ്പോർട്ടൻ്റ് ആണ്. എന്തൊക്കെയാണ്? ഇന്ത്യയുടെ രണ്ടാമത്തെ ചാന്ദ്ര ദൗത്യം ഏത് എന്ന് ചോദിച്ചാൽ ചന്ദ്രയാൻ 2 ആണ്. ചന്ദ്രയാൻ 2ന്റെ വിക്ഷേപണ വാഹനം ചോദിച്ചാൽ GSLV Mark 3 M1 ആണ്. ദെൻ ഡേറ്റ് ചോദിച്ചാൽ 2019 ജൂലൈ 22 എവിടെയാണ് വിക്ഷേപിച്ച സ്ഥലം ചോദിച്ചാൽ സതീഷ് ധവാൻ സ്പേസ് സെൻറ്റർ, ശ്രീഹരിക്കോട്ട. ഓക്കെ ആണല്ലോ. അടുത്ത ചോദ്യം, ആദ്യമായി അറസ്റ്റ് ലാൻഡിംഗ് നടത്തിയ ഇന്ത്യൻ യുദ്ധവിമാനമായ തേജസിൽ യാത്ര ചെയ്ത ആദ്യ വനിത. ഓക്കെ, എന്താണ്? ആദ്യമായി അറസ്റ്റ് ലാൻഡിംഗ് നടത്തിയ ഇന്ത്യൻ യുദ്ധവിമാനമായ തേജസ് എന്ന് പറയുന്ന യുദ്ധവിമാനത്തിൽ യാത്ര ചെയ്ത ആദ്യത്തെ വനിത ആര് എന്ന് ചോദിച്ചാൽ PV സിന്ധു ആണ്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് PV സിന്ധു. അപ്പോൾ ഇവിടെ നിന്ന് മറ്റൊരു ചോദ്യം എങ്ങനെ വരാം? ആദ്യമായി അറസ്റ്റ് ലാൻഡിംഗ് നടത്തിയ ഇന്ത്യൻ യുദ്ധവിമാനം ഏത് എന്ന് ചോദിച്ചാൽ ഏതാണ്? തേജസ് അല്ലേ? ആദ്യമായി അറസ്റ്റ് ലാൻഡിംഗ് നടത്തിയ ഇന്ത്യൻ യുദ്ധവിമാനം ഏത് എന്ന് ചോദിച്ചാൽ തേജസ് ആണ്. അതിൽ യാത്ര ചെയ്ത ആദ്യത്തെ വനിത ആരാണ് എന്ന് ചോദിച്ചാൽ ആരാണ്? PV സിന്ധു ആണ്. ഓക്കെ ആണല്ലോ. അപ്പോൾ ഇത്രയും എന്താണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്, എന്തായാലും പഠിച്ചിരിക്കണം. അടുത്ത ചോദ്യം നോക്കാം. 2019 ഇന്ത്യയിൽ വലയ സൂര്യഗ്രഹണം ദൃശ്യമായ ദിനം. 2019 എന്താണ് ഇന്ത്യയിൽ വലയ സൂര്യഗ്രഹണം ദൃശ്യമായ ദിനം എന്ന് ചോദിച്ചാൽ ഡിസംബർ 26-നാണ് എന്ത് വലയ സൂര്യഗ്രഹണം ഇന്ത്യയിൽ ദൃശ്യമായത്. ഓക്കെ ആണല്ലോ. ഡേറ്റ് ഓർത്ത് വയ്ക്കുക. ഡിസംബർ 26-നാണ്. വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. അടുത്ത ചോദ്യം, കേരളത്തിൻ്റെ സ്വന്തം ലാപ്ടോപ്പ് സെർവർ പദ്ധതി. ഓക്കെ, കേരളത്തിൻ്റെ സ്വന്തം ലാപ്ടോപ്പ് സെർവർ പദ്ധതി വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. കൊക്കോണിക്സ്. എന്താണ്? കൊക്കോണിക്സ് ആണ് കേരളത്തിൻ്റെ എന്താണ് സ്വന്തം ലാപ്ടോപ്പ് സെർവർ പദ്ധതിയാണ് കൊക്കോണിക്സ്. അടുത്ത ചോദ്യം, മുൻ രാഷ്ട്രപതി APJ അബ്ദുൽ കലാമിൻ്റെ പേരിൽ നാമകരണം ചെയ്ത വയനാട്ടിൽ നിന്നും കണ്ടെത്തിയ പുതിയ ഇനം കുറ്റിച്ചെടി ഏത്? ഡോക്ടർ APJ അബ്ദുൽ കലാമിൻ്റെ പേരിൽ നാമകരണം ചെയ്തിട്ടുള്ളത് എവിടെ നിന്നാണ് കണ്ടെത്തിയെന്ന് ജില്ല ചോദിച്ചാൽ എന്താണ്? വയനാട് ജില്ലയിൽ നിന്നാണ്. കണ്ടെത്തിയ ചെടിയുടെ പേരെന്താണ്? യൂജിനിയ കലാമി. യൂജിനിയ കലാമി എന്ന് പറയുന്ന കുറ്റിച്ചെടിയാണ് ഡോക്ടർ APJ അബ്ദുൽ കലാമിൻ്റെ പേരിൽ വയനാട്ടിൽ നിന്നും കണ്ടെത്തിയ പുതിയ ഇനം കുറ്റിച്ചെടി. യൂജിനിയ കലാമി. ജില്ല ഓർത്ത് വയ്ക്കുക, വയനാട് ജില്ല. ഓക്കെ ആണല്ലോ. ഇനി അടുത്ത ചോദ്യം നോക്കാം. 2020 ജൂണിൽ കേന്ദ്ര സർക്കാർ എത്ര ചൈനീസ് മൊബൈൽ ആപ്ലിക്കേഷനുകളാണ് വിലക്കിയത്? 2020 ജൂണിൽ കേന്ദ്ര സർക്കാർ എത്ര ചൈനീസ് മൊബൈൽ ആപ്ലിക്കേഷനുകളാണ് വിലക്കിയത് എന്ന് ചോദിച്ചാൽ എല്ലാവർക്കും അറിയുന്ന കാര്യങ്ങളായിരിക്കും. 59 അല്ലേ? 59 മൊബൈൽ ആപ്ലിക്കേഷനുകളാണ് വിലക്കിയിട്ടുള്ളത്. ഏതൊക്കെയാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്? ടിക്ടോക്ക്, ഷെയറിറ്റ്, എക്സെൻഡർ, UC ബ്രൗസർ, അങ്ങനെയുള്ള 59 മൊബൈൽ ആപ്ലിക്കേഷനുകളാണ് കേന്ദ്ര സർക്കാർ വിലക്കിയിട്ടുള്ളത്. ഓർക്കാണല്ലോ, ഓർത്തിരിക്കുക. അടുത്തത് 2020 ജനുവരി 17-ന് ISRO വിക്ഷേപിച്ച വാർത്താവിനിമയ ഉപഗ്രഹം ഏത്? ഓക്കെ, 2020 ജനുവരി 17-ന് ISRO വിക്ഷേപിച്ച വാർത്താവിനിമയ ഉപഗ്രഹം ഏത് എന്നുള്ളതാണ്. ഏതാണ്? GSAT 30 എന്നുള്ളതാണ് 2020 ജനുവരി 17-ന് ISRO വിക്ഷേപിച്ച വാർത്താവിനിമയ ഉപഗ്രഹം. അത് ഓർത്തിരിക്കണം. വാർത്താവിനിമയ ഉപഗ്രഹമാണ് എന്ത്? GSAT 30 എന്ന് പറയുന്നത്. വാഹനം ചോദിച്ചാൽ എറൈൻ 5VA 251 എന്നുള്ളതാണ് എന്ത് ആ വാഹനത്തിൻ്റെ പേര്. ഓക്കെ ആണല്ലോ. ഇനി അടുത്ത ചോദ്യം, കുട്ടികൾക്ക് വേണ്ടിയുള്ള ഇന്ത്യയിലെ ആദ്യ അഡ്വാൻസ്ഡ് പേഴ്സണൽ റോബോട്ട്. ഇന്ത്യയിൽ കുട്ടികൾക്ക് വേണ്ടി തുടങ്ങിയ ആദ്യ അഡ്വാൻസ്ഡ് പേഴ്സണൽ റോബോട്ട് ഏതാണ് എന്ന് ചോദിച്ചാൽ ഏതാണ്? മൈക്കോ 2 ആണ്. മൈക്കോ 2 എന്നുള്ളതാണ് ആദ്യ അഡ്വാൻസ്ഡ് പേഴ്സണൽ റോബോട്ട് കുട്ടികൾക്കായിട്ട് തുടങ്ങിയത്. ഇനി ആദ്യത്തെ സ്മാർട്ട് ഫോൺ ഏതാണെന്ന് ചോദിച്ചാൽ കുട്ടികൾക്കായിട്ട് തുടങ്ങിയിട്ടുള്ള ആദ്യത്തെ സ്മാർട്ട് ഫോൺ ഏതാണെന്ന് ചോദിച്ചാൽ ഈസി ഫോൺ സ്റ്റാർ എന്നുള്ളതാണ്. ഓക്കെ, കുട്ടികൾക്കായിട്ട് ഇന്ത്യയിൽ തുടങ്ങിയ ആദ്യത്തെ അഡ്വാൻസ്ഡ് പേഴ്സണൽ റോബോട്ട് ചോദിച്ചാൽ മൈക്കോ 2 ആണ്. ആദ്യത്തെ സ്മാർട്ട് ഫോൺ ഏതാണെന്ന് ചോദിച്ചാൽ ഈസി ഫോൺ സ്റ്റാർ ആണ്. ഓക്കെ ആണല്ലോ. അപ്പോൾ ഇത്രയും കാര്യങ്ങളും ഇമ്പോർട്ടൻ്റ് ആണ്, പഠിച്ചിരിക്കണം. അടുത്തത്
ഇന്ത്യയിൽ ആദ്യമായി കോവിഡ് ചികിത്സയ്ക്കായി പ്ലാസ്മ തെറാപ്പി ട്രയൽ നടത്തിയ സ്ഥാപനം ഏത്? ഇന്ത്യയിൽ ആദ്യമായിട്ട് COVID-19 ചികിത്സയ്ക്കായിട്ട് പ്ലാസ്മ തെറാപ്പി ട്രയൽ നടത്തിയ സ്ഥാപനം ഏത് എന്ന് ചോദിച്ചാൽ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. സ്ഥാപനം കേരളത്തിലാണ്. തിരുവനന്തപുരം ജില്ലയിലെ ശ്രീ ചിത്ര തിരുനാൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് ആൻഡ് ടെക്നോളജി. ഓക്കെ, ആ സ്ഥാപനമാണ് എന്ത് നടത്തിയത്? പ്ലാസ്മ തെറാപ്പി ട്രയൽ. ഓക്കെ, COVID-19 വേണ്ടിയിട്ട് പ്ലാസ്മ തെറാപ്പി ട്രയൽ നടത്തിയ സ്ഥാപനം എന്ന് പറയുന്നത് ഏതാണ്? ശ്രീ ചിത്ര തിരുനാൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് ആൻഡ് ടെക്നോളജി, തിരുവനന്തപുരം. ഓക്കെ ആണല്ലോ, ഇമ്പോർട്ടൻ്റ് ആണ്, ഓർത്തിരിക്കുക. ദെൻ COVID-19 ബാധിതരാണോ എന്ന് സ്വയം തിരിച്ചറിയുന്നതിനായി ഇന്ത്യയിൽ ആദ്യമായിട്ട് അസസ്മെൻറ്റ് ടൂൾ ഫോർ COVID-19 വികസിപ്പിച്ച സംസ്ഥാനം ഏത്? സ്വയം പരിശോധിക്കാനായിട്ട്, അത് COVID-19 ബാധിതരാണോ എന്ന് സ്വയം തിരിച്ചറിയുന്നതിനായിട്ട് ഇന്ത്യയിൽ ആദ്യമായിട്ട് അസസ്മെൻറ്റ് ടൂൾ ഫോർ COVID-19 വികസിപ്പിച്ച സംസ്ഥാനമാണ് ഗോവ. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം തന്നെയാണ്. ഗോവയാണ് എന്താണ് സ്വയം COVID-19 ബാധിതരാണോ എന്ന് തിരിച്ചറിയാനായിട്ടുള്ള ടൂള് വികസിപ്പിച്ച സംസ്ഥാനം ഗോവയാണ്. ഓക്കെ ആണല്ലോ. ഇനി ഇന്ത്യ നിർമ്മിച്ച ഏറ്റവും ഭാരം കൂടിയ ഉപഗ്രഹം ഏത് എന്ന് ചോദിച്ചാൽ, ഇന്ത്യ നിർമ്മിച്ചതാണ് കേട്ടോ. ഇന്ത്യ നിർമ്മിച്ച ഏറ്റവും ഭാരം കൂടിയ ഉപഗ്രഹം GSAT 11ഉം ഇന്ത്യയിൽ നിന്നും വിക്ഷേപിച്ച ഭാരം കൂടിയ ഉപഗ്രഹം GSAT 29 ആണ്. ഓക്കെ ആണല്ലോ. ഡേറ്റ് ഓർത്ത് വയ്ക്കുക. വിക്ഷേപിച്ച ഡേറ്റ് 2018 ഡിസംബർ 5-നാണ് വിക്ഷേപിച്ചത്. ഭാരം 5754 കിലോഗ്രാം ആയിരുന്നു. അതിൻ്റെ വാഹനം എന്ന് പറയുന്നത് എയറൈൻ 5VA 246 എന്നുള്ളതാണ് വാഹനത്തിൻ്റെ പേര്. അതുപോലെ ഇന്ത്യയിൽ നിന്നും വിക്ഷേപിച്ച ഭാരം കൂടിയ ഉപഗ്രഹം GSAT 29 ആണെന്ന് പറഞ്ഞു. അതൊരു വാർത്താവിനിമയ ഉപഗ്രഹമാണ് GSAT 29. ഡേറ്റ് ഓർത്ത് വയ്ക്കുക. 2018 നവംബർ 14-നാണ് എന്താ വിക്ഷേപിച്ചത്. 2018 നവംബർ 14-ന്. ഓക്കെ ആണല്ലോ. അപ്പോൾ ഇത്രയുമാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ കറണ്ട് അഫയേഴ്സിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ശാസ്ത്ര സാങ്കേതിക മേഖല എന്ന് പറയുന്നതിൽ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറേ പോയിന്റ്സ് ആണ് നമ്മൾ ഇന്ന് പറഞ്ഞത്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമാകുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ സജഷൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കൂടുതൽ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.